തദ്ദേശകം. നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ ദിനാഘോഷം സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഭരണ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ സ്വരാജ് ട്രോഫി, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ലൈഫ് ഭവന പദ്ധതി, ഡിജിറ്റൽ സാക്ഷരത, നഗരനയത്തിലെ ഇടപെടലുകൾ എന്നിവ വഴി രാജ്യത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് മന്ത്രി എം ബി രാജേഷ്. തദ്ദേശ ദിനാഘോഷം, വിവിധ അക്കാദമിക് സെഷനുകളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തദ്ദേശ ദിനാഘോഷം സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷനായി. നവകേരള സൃഷ്ടി എന്ന കേരളത്തിന്റെ ലക്ഷ്യത്തിൽ സുപ്രധാനമായ പങ്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കുന്നതെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ നിർമ്മാർജ്ജനം, പാലിയേറ്റീവ് കെയർ, സംരംഭകത്വ വികസനം എന്നിങ്ങനെ നവകേരള സൃഷ്ടിയിലേക്കുള്ള നമ്മുടെ യാത്ര ഏതാണ്ട് ലക്ഷ്യത്തോടടുക്കുകയാണ്. നവംബർ 1 അതിദരിദ്രമുക്തമാവാനുള്ള തയ്യാറെടുപ്പുകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ വൈവിധ്യമാർന്ന മേഖലകളിലാണ്. സാർവത്രിക വിദ്യാഭ്യാസം എന്ന കേരളത്തിൻ്റെ പ്രത്യേകത യാഥാർത്ഥ്യമാക്കുന്നത് മുതൽ ആരോഗ്യരംഗത്തെ സേവനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗുരുവായൂരിലെ പൂന്താനം ഓഡിറ്റോറിയത്തിൽ രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിന് ശേഷമായിരുന്നു സമാപന സമ്മേളനം. NK അക്ബർ MLA സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KM ഉഷ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് BP മുരളി, കൊച്ചി മേയർ M അനിൽകുമാർ, തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് IAS, പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ IAS തുടങ്ങിയവർ സംബന്ധിച്ചു. ഭരണവികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ സ്വരാജ് ട്രോഫി, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തദ്ദേശ സ്വയംഭരണ, എക്സൈസ്, പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം ബി രാജേഷാണ് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പുരസ്കാരാർഹരെ പ്രഖ്യാപിച്ചത്. സംസ്ഥാനതലത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി കൊല്ലം ജില്ലാ പഞ്ചായത്തും രണ്ടാമതായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും തിരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്ക് യഥാക്രമം 50 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവുമാണ് ലഭിക്കുക. 40 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവുമാണ് രണ്ടാം സ്ഥാനക്കാർക്ക് ലഭിക്കുക. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പും രണ്ടാമതായി തൃശൂർ ജില്ലയിലെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തും തിരഞ്ഞെടുക്കപ്പെട്ടു. കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്തായി. രണ്ടാമതെത്തിയത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്താണ്. നഗരസഭകളിൽ ഗുരുവായൂർ ഒന്നാമതെത്തിയപ്പോൾ തൃശ്ശൂരിലെ തന്നെ വടക്കാഞ്ചേരി നഗരസഭ രണ്ടാം സ്ഥാനവും നേടി. മികച്ച കോർപ്പറേഷനായി തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാതലത്തിൽ മികച്ച പഞ്ചായത്തുകളായി തിരുവനന്തപുരത്ത് ആര്യനാട് പുല്ലമ്പാറ, കൊല്ലം കുന്നത്തൂർ ശാസ്താംകോട്ട, പത്തനംതിട്ട അരുവാപ്പുലം പന്തളം, ആലപ്പുഴ മുട്ടാർ വീയപുരം, കോട്ടയം തിരുവാർപ്പ് മരങ്ങാട്ടുപള്ളി, ഇടുക്കി ഇരട്ടയാർ ഉടുമ്പന്നൂർ, എറണാകുളം പാലക്കുഴ മാറാടി, തൃശൂർ എളവള്ളി നെന്മണിക്കര, പാലക്കാട് വെള്ളിനേഴി വിളയൂർ, മലപ്പുറം മാറഞ്ചേരി എടപ്പാൾ, കോഴിക്കോട് മണിയൂർ മരുതോങ്കര, വയനാട് മീനങ്ങാടി വൈത്തിരി, കണ്ണൂർ കരിവള്ളൂർ പെരളം പെരിങ്ങോം വൈക്കര, കാസർഗോഡ് വലിയപറമ്പ ചെറുവത്തൂർ പഞ്ചായത്തുകളും തിരഞ്ഞെടുക്കപ്പെട്ടു. ലൈഫ് ഭവന പദ്ധതി, ഡിജിറ്റൽ സാക്ഷരത, നഗരനയത്തിലെ ഇടപെടലുകൾ എന്നിവ വഴി രാജ്യത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് മന്ത്രി എം ബി രാജേഷ്. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിദരിദ്രരില്ലാത്ത കേരളം ലക്ഷ്യമിട്ട സർക്കാരിന് സംസ്ഥാനത്തെ 46,197 കുടുംബങ്ങളെ ഭക്ഷണം, ആരോഗ്യം, വരുമാനം എന്നിവ കണ്ടെത്തി ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. 1,160 കോടി രൂപ ഇക്കുറി വകയിരുത്തിയ ലൈഫ് പദ്ധതിയിൽ നിലവിൽ 4,29,425 വീടുകൾ പൂർത്തിയാക്കി. 6.5 ലക്ഷം വീടുകളെന്ന ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യവുമായി നീങ്ങുന്ന സർക്കാരിന് 2023 മാർച്ച് മുതൽ 2024 നവംബർ വരെയുള്ള കാലയളവിൽ വാതിൽപ്പടി ശേഖരണം 47% നിന്ന് 90% വർദ്ധിപ്പിക്കാനായി.
ബ്രഹ്മപുരം ഉൾപ്പെടെ 10ഓളം മാലിന്യ കൂമ്പാരങ്ങൾ ഈ വർഷത്തോടെ പൂർണ്ണമായും നീക്കം ചെയ്യും. പ്രാദേശിക ഭരണ നിർവഹണം കടലാസ് രഹിതമാക്കി ഓൺലൈനാക്കാൻ കൊണ്ടുവന്ന കെ സ്മാർട്ട് പദ്ധതി നിലവിൽ എല്ലാ കോർപ്പറേഷൻ നഗരസഭകളിലും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്നു. അത് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും വ്യാപിപ്പിക്കും. നിലവിൽ 27.92 ലക്ഷം ഫയലുകൾ വന്നതിൽ 20.74 ലക്ഷത്തിലധികം ഫയലുകളും തീർപ്പാക്കാൻ കെ സ്മാർട്ട് വഴി കഴിഞ്ഞു. എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത എന്ന ലക്ഷ്യവുമായി സർക്കാർ നീങ്ങുകയാണ്. വൈകാതെ രാജ്യത്തെ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി കേരളത്തെ മാറ്റും. 2025 മാർച്ചോടെ സംസ്ഥാന സർക്കാർ നഗരനയ കമ്മീഷന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി അന്തർദേശീയ നഗരവികസന സമ്മേളനം സർക്കാർ ഈ വർഷം തന്നെ സംഘടിപ്പിക്കും. LSGD അർബൻ ഡയറക്ടർ സൂരജ് ഷാജി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവരും മന്ത്രിയോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന വിവിധ അക്കാദമിക് സെഷനുകളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷനായി. ചെയർമാൻ, ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം പൂന്താനം ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി TM തോമസ് ഐസക് ഓൺലൈനിലൂടെ അഭിസംബോധന ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് BP മുരളി, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KM ഉഷ, സംസ്ഥാന ആസൂത്രണ സമിതി അംഗം ഡോക്ടർ ജിജു P അലക്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് IAS, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു IAS, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ MP അജിത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സാമ്പത്തിക വികസനവും ഡിജിറ്റൽ സാക്ഷരതയും അഴിമതിരഹിത ഭരണവും കെ സ്മാർട്ടിന്റെ പശ്ചാത്തലത്തിൽ പാലിയേറ്റീവ് പരിചരണവും ഏകോപനവും, നമ്മുടെ കേരളം മാതൃകാ സംയോജിത വികസനം, നവകേരളവും യുവജന പ്രതിനിധികളും തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറുകളും തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായ ആദ്യ മെഗാ തൊഴിൽമേള വിജ്ഞാന ആലപ്പുഴ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. SD കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഓൺലൈനായാണ് മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വിജ്ഞാന ആലപ്പുഴ മെഗാ തൊഴിൽമേളയുടെ ജില്ലാതല ഉദ്ഘാടനം ചടങ്ങിൽ ഫിഷറീസ്, സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് തൊഴിൽ ലഭിച്ചവർക്കുള്ള ഉത്തരവുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ നൽകുന്നതിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. H സലാം MLA അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന കേരളം ഉപദേഷ്ടാവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് വിജ്ഞാന കേരളം അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, കേരള നോളജ് എക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല, സബ് കളക്ടർ സമീർ കിഷൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VG മോഹനൻ, മേരി ടെൽഷ്യ, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് PP സംഗീത തുടങ്ങിയവർ പങ്കെടുത്തു. കില അർബൻ പോളിസി സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംസ്ഥാനതല യുവജന കൺസൾട്ടേഷൻ പരിപാടി സംഘടിപ്പിച്ചു. യുനിസെഫ് റീജിയണൽ ചീഫ് ഓഫ് സോഷ്യൽ പോളിസി KL റാവു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കില ഡയറക്ടർ ജനറൽ A നിസാമുദ്ദീൻ IAS അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ജിജു P അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. യുവജനങ്ങളുമായി ബന്ധപ്പെട്ട വിശിഷ്ട പാനൽ പ്രവർത്തകരുമായി നടന്ന ചർച്ചയ്ക്ക് കില സീനിയർ അർബൻ ഫെലോ ഡോക്ടർ രാജേഷ് K നേതൃത്വം നൽകി. 50ഓളം കോളേജുകളിൽ നിന്നായി 400ഓളം വിദ്യാർത്ഥികളാണ് പരിപാടിയുടെ ഭാഗമായത്. വികസന ക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളും ഭരണനിർവഹണവും പഠിക്കാൻ ജാർഖണ്ഡിലെ ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥ സംഘം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ സന്ദർശനം നടത്തി. ജനകീയ ആസൂത്രണ പദ്ധതി, പഞ്ചായത്ത് രാജ് ആക്ട് തുടങ്ങിയവ പഠിക്കാൻ കില സംഘടിപ്പിച്ച എക്സ്പോഷർ വിസിറ്റിൻ്റെ ഭാഗമായാണ് സംഘം സന്ദർശനം നടത്തിയത്. വിവിധ ജില്ലാ പഞ്ചായത്തുകളിൽ നിന്നായി 10 അംഗ സംഘമായിരുന്നു എത്തിയത്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ്, സീനിയർ സൂപ്രണ്ട് PV വിനോദ്, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഹേമലത പ്രേം സാഗറിനെ തെരഞ്ഞെടുത്തു. KV ബിന്ദു രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ ഭരണാധികാരിയായി. കങ്ങഴ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഹേമലത. അജൈവ മാലിന്യങ്ങളുടെ പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയുള്ള ബോധവത്കരണത്തിൻ്റെ ഭാഗമായി പ്ലാസ്റ്റിക് കൊണ്ട് കേരളത്തിൻ്റെ ഭൂപടമൊരുക്കി കോട്ടയം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പും രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാനും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ അംഗങ്ങളാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കേരളത്തിന് ഭൂപടം നിർമ്മിച്ചത്. ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച അലങ്കാര വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയും അവ നിർമ്മിച്ച വിദ്യാർത്ഥി ആദിത്യ ബാബുവിനെ അനുമോദിക്കുകയും ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ അധ്യക്ഷത വഹിച്ചു.
വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലയിൽ MC റോഡ് കടന്നുപോകുന്ന പ്രദേശങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിനോടനുബന്ധിച്ച് കില ജില്ലാ ഫെസിലിറ്റേറ്റർ ബിന്ദു അജിക്കും നഗരസഭകളുടെ സൗന്ദര്യവൽക്കരണത്തിനായി ജില്ലാ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ നിഷ ഷാജിക്കും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S. ശ്രീജിത്ത് ചെടികൾ കൈമാറി. പ്ലാസ്റ്റിക്കിൻ്റെ കൃത്യമായ സംസ്കരണം നടത്തുക, ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗവും പുനർചംക്രമണവും നടത്തുക എന്നീ സന്ദേശം പൊതുജനങ്ങൾക്ക് നൽകുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് VS ഷാനവാസ്, ഗ്രാമസ്വരാജ് അഭിയാൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എക്സ്പേർട്ട് വിജയ് ഘോഷ്, രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ ജില്ലാ പ്രോജക്ട് മാനേജർ R. രാഹുൽ, രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ജൈവമാലിന്യ സംസ്കരണ സംവിധാനം പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ടക്കടവിലെ ശുചിത്വതീരം പാർക്കിലാണ് നവീകരിക്കപ്പെട്ട തുമ്പൂർമൊഴി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. എക്കോനോവ എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് പദ്ധതി. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS. സഗീർ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെൻസി ആന്റണി, ജാസ്മിൻ രാജേഷ്, ബേസിൽ ജേക്കബ്, ബ്ലോക്ക് മെമ്പർ നീത സുനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മിനി, എക്കോനോവ ചീഫ് എക്സിക്യൂട്ടീവ് AA. സുരേഷ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സെമിനാർ A. പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. ബിജോയ് അധ്യക്ഷത വഹിച്ചു. അർബൻ ബാങ്ക് ഡയറക്ടർ നിതിൻ കണിച്ചേരി കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VK ജയപ്രകാശ്, M. പത്മിനി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L. ഇന്ദിര, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VC ഉദയകുമാർ, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി S. സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭൂമിയിലെ ജലസംരക്ഷണത്തിൽ രാജ്യത്തിന് മാതൃകയായി സുസ്ഥിര തൃത്താല പദ്ധതി. തൃത്താലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി മന്ത്രി MB രാജേഷ് ആവിഷ്കരിച്ച പദ്ധതിയിൽ ഭൂഗർഭ ജലവകുപ്പ് നടപ്പാക്കിയത് 30 കൃത്രിമ ഭൂജല സംപോഷണ പദ്ധതികളാണ്. സുസ്ഥിര തൃത്താല പദ്ധതിയിലൂടെ മണ്ഡലത്തിലെ 56 കുളങ്ങൾക്കാണ് പുനർജീവനമേകിയത്. ഇതിലൂടെ 23,214 ഘനമീറ്റർ ഭൂഗർഭജലം അധികമായി ലഭ്യമാക്കി. കൃത്രിമ റീചാർജിംഗ് വഴി പ്രതിദിനം 16,000 ലിറ്റർ ശേഷിയുള്ള 2 സംഭരണികൾ തയ്യാറാക്കിയതോടെ സമീപത്തെ കിണറുകളും വറ്റാത്ത ഇടങ്ങളായി. മഴവെള്ള സംഭരണത്തിലൂടെ 68 കാർഷിക കുളങ്ങൾ ജലസമൃദ്ധമാക്കി സമീപമുള്ള കിണറുകളെയും വറ്റാത്ത ഉറവിടമാക്കുകയും ചെയ്തു. താൽക്കാലിക തടയണകൾ നിർമ്മിച്ച് വെള്ളത്തിൻ്റെ ഒഴുക്ക് ക്രമപ്പെടുത്തുകയും ഇതിലൂടെ ഭൂഗർഭജല റീചാർജിംഗ് വർദ്ധിച്ചതുമൂലം വറ്റാത്ത തൊഴിലുകൾ സൃഷ്ടിച്ചെടുക്കാനും കഴിഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 544 കിണറുകൾ റീചാർജ് ചെയ്തു. 353 പുതിയ കിണറുകൾ നിർമ്മിച്ച് ജലലഭ്യത ഉറപ്പുവരുത്തി. 6017 മഴക്കുഴികൾ എടുക്കാനും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കഴിഞ്ഞു. 68 ഫാം കുളങ്ങൾ, 100 നീർച്ചാലുകൾ, 20 പച്ചത്തുരുത്ത് എന്നിങ്ങനെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് തൃത്താലയെ ഹരിതാഭമാക്കാനും പദ്ധതി പ്രയോജനപ്പെട്ടു. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 5ാമത് കേരള പഠന കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച കണ്ണൂരിൽ തുടങ്ങുന്ന സെമിനാറുകൾ തിങ്കളാഴ്ച അവസാനിക്കും. പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവുമായി സഹകരിച്ചാണ് സെമിനാർ നടത്തുന്നത്. അധികാര വികേന്ദ്രീകരണത്തിലും തദ്ദേശ ഭരണ സംവിധാനത്തിലും കേരളം ഇതിനോടകം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയും ന്യൂനതകൾ പരിഹരിച്ചും പുതിയ കാലത്തിനനുസൃതമായ നടപടികൾക്കാവശ്യമായ ദിശ നിർണ്ണയിക്കലാണ് സെമിനാർ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ജനകീയ ആസൂത്രണ പ്രവർത്തകർ, ഗവേഷകർ, ഇതര സംസ്ഥാന പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിക്കും. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. ഗുരുവായൂരിൽ തദ്ദേശ ദിനാഘോഷത്തിൻ്റെ ഇടവേളകളിൽ തദ്ദേശ ദിനാഘോഷം അനുഭവങ്ങളുമായി വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ കേൾക്കാം. എൻ്റെ പേര് ഷംസു എന്നാണ്. ഞാൻ പള്ളിത്തറ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റാണ്. തൃത്താലയിൽ ഇതിനു മുമ്പ് തദ്ദേശ ദിനാഘോഷം നടത്തിയതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ മത്സരത്തിലാണ് ഞങ്ങൾ കാണാൻ വന്നത്. ഇതിൻ്റെ കൂടെ ഉള്ളത് സിംഗിൾ ഏരിയ സെക്രട്ടറി, അതേപോലെ നല്ല ഒരു അന്തരീക്ഷത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കടുത്ത ചൂടാണ് എന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം കൂടാം. നമസ്കാരം, ഞാൻ NK അബ്ദുൽ ലത്തീഫ്, വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. എൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. വാർഡ് മെമ്പറായിട്ടുള്ള രാധ ചേച്ചിയാണ്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറിയും അതുപോലെ തന്നെ ഞങ്ങളടങ്ങിയ ടീമാണ് തദ്ദേശ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി 2025 ഗുരുവായൂർ വെച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തത്. വളരെ നല്ല അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് നൂതനമായ ആശയങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിലെ
ഉടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും തദ്ദേശീയമായ പലതരത്തിലുള്ള ആവിഷ്കാരങ്ങളുടെയും ആശയത്തിൻ്റെയും ഒക്കെ ഒരു കൊത്തിവെപ്പ് തന്നെയാണ് ഓരോ എക്സിബിഷനുകളിലും നടത്തിയിട്ടുള്ളത്. ഓരോ പ്രദേശത്തിൻ്റെ വൈവിധ്യങ്ങളായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും നമ്മുടെ നൂതനമായ ആശയങ്ങളോടുകൂടെ ഒരു കൊളാബ് തന്നെ എന്ന് വേണമെങ്കിൽ രൂപപ്പെടുത്താം. കഴിഞ്ഞ കാലങ്ങളിൽ നാം ശീലിച്ചു പോന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ സത്ത നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഓരോ ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും സെമിനാറുകൾക്കകത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള നിലക്ക്, പ്രാദേശിക സർക്കാർ എന്നുള്ള നിലക്ക് പ്രദേശങ്ങളെ, ഗ്രാമപ്രദേശങ്ങളെ കൂടുതൽ മുന്നേറ്റങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടി ഇത്തരം തദ്ദേശ ദിനാഘോഷങ്ങളും ഇത്തരം ഒരുമിച്ച് കൂടലുകളും സാധ്യമാകും, അല്ലെങ്കിൽ കൂടലുകളിലൂടെ അത്തരത്തിലുള്ള വിജയത്തിലേക്ക് ഊന്നൽ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് എല്ലാവിധ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള സംഘാടകരെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും ഒരുപാട് സന്തോഷപൂർവ്വം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. ഞാൻ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ സീനിയർ ക്ലർക്ക് റീജ CJ. ഞാൻ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ക്ലർക്ക് അജിത. ഞാൻ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ സീന. തദ്ദേശ ദിനാഘോഷമായിട്ട് ഡ്യൂട്ടി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വന്നത്. ഞാൻ റിസപ്ഷൻ കമ്മിറ്റിയിലെ അംഗമാണ്. ഞാൻ രജിസ്ട്രേഷൻ കമ്മിറ്റിയിലെ അംഗമാണ്. ഫുഡ് കമ്മിറ്റിയിലാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ ഡ്യൂട്ടിയിലാണ്. ഒരു വലിയൊരു ആഘോഷമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതുവരെ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, കാരണം കുറേ ദൂരെ ആയത് കാരണം. ഇപ്പോൾ നിങ്ങൾ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾക്കത് വളരെയധികം ഉത്സവം പോലെ തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും സാധിക്കും. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. ഞാൻ എറണാകുളം ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസിൽ തദ്ദേശ ദിനാഘോഷം 2025 ഗുരുവായൂർ വെച്ച് നടക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 10ഓളം വർഷങ്ങളായിട്ട് തദ്ദേശ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ സംഘാടനം നടത്തിയാണ് നമുക്ക് കാണാൻ കഴിയും. ആദ്യമായിട്ട് പല മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ ഓരോ ജില്ലയും പ്രതികരിച്ച ആളുകളെ ചേരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും താമസമായ വളരെ നല്ല രീതിയിൽ എല്ലാവരെയും നടത്താനുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ തദ്ദേശ ദിനാഘോഷം എന്നുള്ള നിലയ്ക്ക് ആഘോഷമായി തന്നെ നടത്താനായിട്ട് ഈ ജില്ലയ്ക്ക് സാധ്യമായിട്ടുണ്ട് എന്ന് നമുക്ക് എറണാകുളം ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസിലെ എല്ലാവിധ ആശംസകളും ഈ തദ്ദേശ ദിനാഘോഷത്തിൽ നേരിടുന്നു. ഞാൻ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ വെച്ച് നടക്കുന്ന തദ്ദേശ ദിന ആഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. തൃശ്ശൂർ ജില്ല മികച്ച വിജയമാണ് ഈ തദ്ദേശ ദിനാഘോഷത്തിൽ നേടിയിരിക്കുന്നത്. വിവിധ പഞ്ചായത്തുകളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളും മികച്ച പുരസ്കാരങ്ങൾ നേടിക്കൊണ്ടുള്ള ഒരു ആഘോഷം കൂടിയാണ് തൃശ്ശൂർ നടക്കുന്നത്. തൃശ്ശൂർക്കാർ എന്ന നിലയിൽ ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്. ഗുരുവായൂരിൻ്റെ മണ്ണിൽ വന്നു നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിനകത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ നേതൃത്വത്തിലുള്ള ഭരണാധികാരികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ദിനാഘോഷം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. ഇരട്ടി മധുരമാണ് നമുക്ക് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. തുടർച്ചയായി 3 വർഷം നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞ വർഷം കേരളത്തിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരവും ഇത്തവണ ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരവും അതിന് തൊട്ട് മുമ്പത്തെ വർഷം ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരവും നമുക്ക് നേടാനായി. തുടർച്ചയായി 3 വർഷം സ്വരാജ് ട്രോഫി പുരസ്കാരം വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിൻ്റെ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മികച്ച പ്രവർത്തനത്തിനുള്ള മഹാത്മാ പുരസ്കാരം കൂടി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിനെ തേടി എത്തിയതിലുള്ള വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഈ പുരസ്കാരം വലിയപറമ്പിൻ്റെ തീരദേശ ജനതയ്ക്ക് സമർപ്പിക്കുകയാണ്. 2019 ശേഷം വളരെ വലിയൊരു രീതിയിലാണ് നമ്മളിപ്പോൾ തൃശ്ശൂരുകാർ ഈ തദ്ദേശ ദിനാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, അത്രയും മനോഹരമായ രീതിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ പുത്തൂർ പഞ്ചായത്തിൽ ക്ലർക്കാണ്. ആള് ലൈബ്രറിയനാണ് നമ്മുടെ ഉല്ലൂക്കര കോർപ്പറേഷൻ സോൺ ഹൗസിലെ. എൻ്റെ പേര് അഭിലാഷാണ്. എൻ്റെ പേര് റിച്ചാർഡ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും വന്നു. ഭയങ്കര സന്തോഷം. ഇത്ര നല്ലൊരു പ്രോഗ്രാം നടത്തിയതിൽ ഭയങ്കര സന്തോഷം.
എൻ്റെ പേര് ലക്ഷ്മിപ്രിയ. ഞാൻ ഇറങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രൊജക്ട് അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ റീൽസ് മത്സരത്തിൽ ഞാനാണ് വീഡിയോ എഡിറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ നമ്മുടെ ഒരു കഴിവൊക്കെ തെളിയിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ടാണ്. ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഇതിനകത്ത് സമ്മാനം കിട്ടിയതിൽ. അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. നമസ്കാരം, എൻ്റെ പേര് വിദ്യ. ഇളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. നമ്മുടെ ഇവിടുത്തെ പരിപാടിയിൽ ഭാഗമാകാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കിനിടയിൽ ഒരു റിലാക്സേഷൻ എന്നുള്ള ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇതാണ്. കാരണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ തന്നെ പല പരിപാടികൾ, അവരിലെ കഴിവ് എല്ലാം ഉണർത്തിക്കൊണ്ടുവരാനും എല്ലാത്തിനും ഈ ഒരു വേദി നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിബിഷനിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഒരുപാട് അറിവ് പകർന്നു നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തേക്കുണ്ട്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടേതായ ലെവലിൽ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, പുതുതലമുറയിലേക്ക് എന്തൊക്കെ കൊടുക്കാൻ കഴിയും, അതൊക്കെ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു എക്സിബിഷനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സന്ദർശിക്കാൻ സാധിച്ചതിലും പങ്കെടുക്കാൻ സാധിച്ചതിലും അതിയായ സന്തോഷം. എൻ്റെ പേര് തെരേസ ഓൾഗ. ഞാൻ എറണാകുളം ജില്ലയിലെ ഇളങ്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ 22ാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടിയാണ്. അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ തദ്ദേശ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാവരും. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. എൻ്റെ പേര് ദിദിയശ്രീ സുബ്രൻ കെ. എറണാകുളം ജില്ലയിലെ ഇളങ്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. ഞങ്ങൾ സ്റ്റാഫും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് കൂടെ വന്നിരിക്കുന്നത്. തദ്ദേശ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്നാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ഇവിടെ എല്ലാ സ്റ്റാളുകളും ഒക്കെ കണ്ടു. നമുക്ക് കൂടുതൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ കൊണ്ട് നമ്മൾക്ക് ജീവനക്കാർക്ക് പങ്കെടുക്കാനായിട്ട് ഒരു അവസരവും, അതുപോലെ തന്നെ ഇത്രയും ജോലിഭാരമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പഞ്ചായത്ത്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നുള്ളത്. അവിടെ നമ്മൾക്ക് പല പല മത്സരങ്ങളും അതേപോലെ തന്നെ അങ്ങനെ കായിക മത്സരങ്ങളും നടത്തപ്പെടുകയും ജീവനക്കാരുടെ കഴിവുകളെ ഉയർത്താനായിട്ട് ഒരു ദിനമായിട്ട് ശരിക്കും ഇത് കൊണ്ടാടുന്നത് നമുക്ക് വളരെയധികം സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിന് ഈ തദ്ദേശ ദിനാഘോഷമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ റീൽസ് മത്സരത്തിൽ സെക്കൻഡ് സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മാനം വാങ്ങാനും കൂടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് വളരെയധികം നല്ലൊരു പ്രോഗ്രാമായിട്ട് സംഘടിപ്പിക്കുന്നതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമുക്ക് സംസാരിക്കാം. തൃശൂർ ജില്ലയിലെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാറാണ് ഇന്ന് നമുക്ക് സംസാരിക്കാം പരിപാടിയോട് ഒപ്പമുള്ളത്. നമസ്കാരം, എൻ്റെ പേര് സ്മിത അജയകുമാർ, അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാമപഞ്ചായത്തിൽ 29 പേരാണ് അതിദാരിദ്ര്യ പട്ടികയിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. 29 പേരിലും പല ആവശ്യങ്ങളായിരുന്നു അവർക്ക്. മരുന്ന്, അതുപോലെ തന്നെ വീടിൻ്റെ മെയിൻ്റനൻസ്, ഒരു തൊഴിൽ ചെയ്യാനുള്ളൊരു സംരംഭം ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിക്ക് തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു കമ്പ്യൂട്ടറും അതുപോലെ തന്നെ പ്രിൻ്ററും അടക്കമുള്ളൊരു കാര്യം വാങ്ങിച്ചു കൊടുത്ത് അവർക്കൊരു തൊഴിൽ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പാടാക്കി. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ FHC മുഖാന്തരം മരുന്നുകളും മറ്റു കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ എല്ലാ 29 പേരും എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി അവരെ ആ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കാർഷിക മേഖല എന്ന് പറയുമ്പോൾ അരിമ്പൂർ പഞ്ചായത്തിൽ 19 പാടശേഖര സമിതികളാണുള്ളത്. ഈ 19 പാടശേഖര സമിതിയിലും പണ്ടത്തെ ഒരു മോട്ടോറും മറ്റ് കാര്യങ്ങളും മാറ്റിക്കൊണ്ട് ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക വിദ്യയായ സബ്മേഴ്സിബിൾ വാട്ടർ പമ്പും അതുപോലെ തന്നെ മോട്ടോർ ഷെഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ ഓരോ പടവിൽ നിന്നും വന്നിരുന്നു. അപ്പോൾ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അതിൻ്റെ മോട്ടറിൻ്റെ ഫണ്ട് കൊടുക്കുമ്പോൾ പഞ്ചായത്താണ് അതിൻ്റെ മോട്ടോർ ഷെഡിനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിക്കുള്ള ഫണ്ട് വകയിരുത്തി ഓരോ പടവിനും ഈ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ വയ്ക്കുന്നത്. ഇപ്പോൾ നല്ല രീതിയിലാണ് നമ്മുടെ ഓരോ പടവും അത്യാവശ്യം നല്ല സബ്മേഴ്സിബിൾ മോട്ടോർ പമ്പും അതുപോലെ മോട്ടറും ഷെഡും എല്ലാം ഉൾക്കൊണ്ട് അവരെ കാർഷിക മേഖലയിലേക്ക് വിത്ത് വളം എല്ലാം കൊണ്ടുപോകുന്നതിന് KLDCയുടെ ബണ്ടടക്കം ഫാം റോഡടക്കം നമ്മൾ പദ്ധതി വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്.
ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് അരിമ്പൂർ പഞ്ചായത്തിൽ 3 സെൻറ്ററുകളാണുള്ളത്. ഒന്ന് ഹോമിയോ, ഒന്ന് ആയുർവേദം, ഒന്ന് സാധാ മെഡിക്കൽ. അതിൽ നമുക്ക് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഹോമിയോ എന്ന് പറയുമ്പോൾ ആളുകൾ എത്താൻ പറ്റാത്തൊരു സ്ഥലത്ത് വാടക കെട്ടിടത്തിലായിരുന്നു നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റൽ. അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് തന്നെ അതിന് ഒരു കെട്ടിടം പണിയുകയും അതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു മരുന്നുകൾ വയ്ക്കാനും എല്ലാ സൗകര്യത്തിലുള്ളൊരു ഹോമിയോ കെട്ടിടം പണിയുകയും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അത് ഇപ്പോൾ എല്ലാവർക്കും വന്ന് പോകാനുള്ള സൗകര്യത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. റോഡ് സൈഡിൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ആയുർവേദ ഹോസ്പിറ്റലും. അപ്പം അതിൻ്റെ പഴയ കാലത്തുള്ള ആയുർവേദ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ നമ്മൾ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാനും ക്യൂ നിന്ന് മരുന്നുകൾ വാങ്ങുന്നതിനും എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ക്യാമ്പുകളും ആയുർവേദത്തിൻ്റെ നമ്മുടെ ആയുർവേദ കഞ്ഞിക്കൂട്ട് അടക്കമുള്ള എല്ലാ ആയുർവേദത്തിൻ്റെ ക്യാമ്പുകളും നല്ല രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ OP വരുന്ന ഒരു കാര്യം ആയുർവേദ ക്യാമ്പും ആയുർവേദ ഹോസ്പിറ്റലുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് നമ്മുടെ മെഡിക്കൽ വിഭാഗം ഇവിടെ ഉണ്ട്. അതിൽ 3 ഡോക്ടർമാരാണ്. നമുക്ക് പല ഗ്രാമസഭകൾ വഴി ഈവനിങ് OP ഇല്ല എന്നുള്ളൊരു പരാതികളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ വെച്ച് തനത് ഫണ്ടിൽ വെച്ചിട്ട് തന്നെ നമ്മളൊരു ഡോക്ടറെ ഈവനിങ് OPക്ക് വേണ്ടി നിയോഗിക്കുകയും അത് നാളെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ രോഗികൾക്ക് ആവശ്യമായുള്ള മരുന്നുകളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ആരോഗ്യ പ്രവർത്തകരായ ആശാവർക്കർമാരും ഓരോ വാർഡിലും അവരുടെ ക്ലിനിക്കുകളും ഓരോ വാർഡിലും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓരോ രോഗി വിവരങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ഇത്ര ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഓരോ വാർഡിലും ഇതുപോലുള്ള ഒരു ആരോഗ്യ പ്രവർത്തനത്തിന് വേണ്ടി ഊരകം ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലുണ്ട്. അവരായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ഓരോ വാർഡിലും ഓരോ ദിവസം എല്ലാ അംഗൻവാടി തലത്തിലും ഓരോ ക്ലിനിക്കും ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു ഷുഗർ ടെസ്റ്റ് ചെയ്യാം. നമ്മൾ പുറത്ത് ചെയ്യുമ്പോൾ 30 രൂപയാണെങ്കിൽ ഇവർ ഇവിടെ ചെയ്യുമ്പോൾ 4 രൂപയാണ് നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അതുപോലെയുള്ള എല്ലാ ടെസ്റ്റുകളും ഒരു മിതമായ നിരക്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആളുകളുടെ സമൂഹത്തിലേക്ക് ഏറ്റവും അടിത്തട്ടിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആരോഗ്യ പ്രവർത്തനത്തിന് കൂടുതൽ മാതൃകയാവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മുന്നേ പറഞ്ഞ പോലെ തന്നെ വയോജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു സർവേ പ്രകാരമാണ് നമ്മളിത് ചാർട്ട് ചെയ്തത്. കാരണം നമുക്ക് മദർ നഴ്സിംഗ് കോളേജിലെ കുട്ടികളെ വെച്ച് ഭിന്നശേഷി സർവേയും അതുപോലെ തന്നെ വയോജന സർവേയും നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തിയെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2021 വയോക്ഷേമ പ്രവർത്തനത്തിനുള്ള പ്രഥമ അവാർഡ് സംസ്ഥാന തലത്തിൽ ലഭിക്കുകയും 2022 ഭിന്നശേഷി പ്രവർത്തനത്തിനുള്ള നല്ല അവാർഡ് ലഭിക്കുകയും ചെയ്തു പഞ്ചായത്തിന്. ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഈ സർവേ പ്രകാരം നമുക്ക് ഭിന്നശേഷിക്കാരായ 60 വയസ്സുള്ളവർക്ക് 2 പെൻഷൻ നമുക്ക് അനുവദിക്കാനായിട്ട് സാധിച്ചു. അതായത് സാധാരണ ഭിന്നശേഷി പെൻഷനും അതിന് പുറമെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു പെൻഷനും കൂടി, അതായത് വാർദ്ധക്യ പെൻഷൻ എന്നുള്ള രീതിയിൽ എക്സ്ട്രാ 600 രൂപയുടെയും കൂട്ടി കൊടുക്കാനായിട്ട് സാധിച്ചു. അതിന് പുറമെ നമുക്ക് സർവേയിൽ കണ്ടെത്തിയ 300 പേരുകളാണ് കിടപ്പ് രോഗികളുള്ളത്. അവർക്ക് പല ആവശ്യങ്ങളാണ് ആ കിടപ്പ് രോഗികൾക്ക്. അപ്പോൾ നമുക്ക് 1-2 പേർക്ക് പദ്ധതി വെച്ച് ഒന്നും കൊടുക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പോഴാണ് ഞങ്ങൾക്കൊരു കൂടിയിരിപ്പിൽ ഒരു ആശയം വന്നത്, നമുക്കൊരു പാലിയേറ്റീവ് രംഗത്ത് എന്തുകൊണ്ടൊരു പരിചരണം ചെയ്തുകൂടാ എന്നുള്ളത്. ഞങ്ങളുടെ ആ ലക്ഷ്യം 1000 പേരെ നമുക്കിതിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. ഈ പരിശീലനത്തിലേക്ക് ഞങ്ങൾ 1000 കടന്നു. അതുപോലെ തന്നെ സാന്ത്വന പരിചരണം എന്ന രീതിയിൽ ഒരു 48 പേരും ഇതിൽ പങ്കാളികളായി. നമ്മൾ വെറുതെ ഒരു മീറ്റിങ്ങിൽ കൂടി ഇത് പ്രാവർത്തികമാക്കുകയല്ല ചെയ്തത്. തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ പാലിയേറ്റീവിൻ്റെ അവിടെ ഈ 1000 പേർക്കും ട്രെയിനിങ് നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ വിജയീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രവർത്തനം ഞങ്ങൾക്ക് ഇനി പ്രഖ്യാപനം ചെയ്യുകയും കൂടിയാണ് ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ
FHSയിലെ പാലിയേറ്റീവ് സിസ്റ്ററുടെ കൂടെ ഓരോ വാർഡിലും നിയോഗിച്ച ഈ പാലിയേറ്റീവ് ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾ ആ സിസ്റ്ററുടെ കൂടെ ഓരോ രോഗികളുടെ അടുത്ത് പോയി അവരെ കാര്യങ്ങൾ കേൾക്കുകയും അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ കൊണ്ട് പറ്റാവുന്ന ട്രെയിനിങ് കഴിഞ്ഞിട്ട് കിട്ടിയ അനുഭവങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. മറ്റൊരു പഞ്ചായത്തും സംസ്ഥാന തലത്തിൽ ചെയ്യാത്തൊരു പ്രവർത്തനമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പുതിയ പദ്ധതി പാലിയേറ്റീവ് പരിചരണം എന്നത് ഞങ്ങൾ മുന്നേ ഒരു പടി ഞങ്ങൾ മുന്നേ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്തു എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടെ കാണുന്നു. മാലിന്യ സംസ്കരണ മേഖലയിൽ ഇപ്പോൾ നമുക്ക് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. നമുക്ക് 29 ഹരിതകർമ്മ സേന അംഗങ്ങളാണുള്ളത്. ഇപ്പോൾ 3 വർഷമായി ഇവരുടെ സേവനം നമുക്ക് പഞ്ചായത്തിൽ കിട്ടി തുടങ്ങിയിട്ട്. ഇപ്പോൾ നമുക്ക് അറിയാം പ്ലാസ്റ്റിക് ഇല്ല എന്ന് പറഞ്ഞ വീടുകളിലടക്കം നമ്മൾ പല മീറ്റിങ്ങുകളും ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തി. ഇപ്പോൾ നമുക്ക് 1 ലക്ഷത്തിലധികം ടണ്ണാണ് നമുക്ക് ഇവിടുന്ന് മാലിന്യം നമ്മൾ ക്ലീൻ കേരള കമ്പനിക്കും മറ്റ് ഏജൻസികൾക്കും നമുക്ക് കൊടുത്ത് വിടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പറ്റാവുന്ന വീടുകളിലേക്ക് ഒരു ചാക്കുകൾ കൊടുക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാന ഇടങ്ങളിലായിട്ട് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയും വാർഡുകളിലേക്ക് ഇപ്പോൾ മെയിൻ സെൻറ്ററുകളിൽ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇനി വാർഡുകളിലേക്കും അങ്ങനെ ബോട്ടിൽ ബൂത്തുകളും മറ്റു കാര്യങ്ങളും വ്യാപിപ്പിക്കും. മിനി MCF 1 വാർഡുകളിലേക്കായിട്ട് നമ്മൾ 10 എണ്ണം വേറെ പണി ചെയ്യാനായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ഷർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പ്ലാസ്റ്റിക് ശേഖരിച്ച് വരുന്ന പ്ലാസ്റ്റിക് ബെയിൽ ചെയ്ത് കൊണ്ടിട്ടുള്ള മെഷീനും കൂടി നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഉള്ള സൗകര്യത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. ഇതിനായിട്ട് പ്രത്യേകം സ്വന്തമായിട്ട് കെട്ടിടമില്ല എന്നാണ് ചുരുക്കം പറയാനുള്ളത്. ഇത് മുന്നേ ഉണ്ടായിരുന്നൊരു മത്സ്യ മാർക്കറ്റായിരുന്നു പഞ്ചായത്തിൻ്റെ. അത് പ്രവർത്തനമില്ലാതായപ്പോൾ ഈ തരത്തിലേക്ക് പോയി. കാരണം നമുക്ക് ഇത് നടത്തുന്നതിനുള്ള സ്ഥലപരിമിതി മൂലമാണ് ഇപ്പോൾ താൽക്കാലിക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പ്രവർത്തനം എന്ന് വെച്ചാൽ നമുക്ക് അംഗൻവാടി തലമാണ് ഏറ്റവും നമുക്ക് ശ്രദ്ധ കൊടുക്കുന്നത്. കാരണം ചെറിയ ഗർഭിണിയായിരിക്കുമ്പോൾ മുതൽ കൗമാരം അതുപോലെ തന്നെ വയോജനം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അംഗൻവാടി തലത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും ഇപ്പോൾ കുട്ടികളുടെ എല്ലാ മീറ്റിങ്ങുകളായാലും ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിൽ വയോജന ക്ലബ്ബുകൾ മുഖാന്തരമാണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ ഓരോ അംഗൻവാടി തലത്തിലും വയോജന ക്ലബ്ബുകളും അതുപോലെ തന്നെ കുടുംബശ്രീ തലത്തിലും വയോജന ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നും വയോജന ക്ലബ്ബുകളും അങ്ങനെ നിരവധി ക്ലബ്ബുകൾ കൊണ്ട് ഒരു വാർഡ് കറക്റ്റായിട്ട് എല്ലാ മെസ്സേജുകളും നേരിട്ട് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഈ വയോജന ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ട് നിർത്താനും നമുക്ക് അംഗൻവാടി തലത്തിൽ കഴിയും. അതുപോലെ തന്നെ നല്ലൊരു ജാഗ്രതാ സമിതി നമുക്ക് അംഗൻവാടി തലത്തിൽ ഓരോ വാർഡിലുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് തലത്തിലും ഇതിൻ്റെ ജാഗ്രതാ സമിതികൾ നല്ല രീതിയിൽ വിജിലൻസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീ ആണല്ലോ നമ്മുടെ പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ അടിത്തട്ടിലേക്ക് മെസ്സേജുകൾ കൈമാറാൻ പറ്റുന്നൊരു സംവിധാനം. ഈ കുടുംബശ്രീ തന്നെയാണ് ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതി വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കാനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ 600 പേരോളം നമുക്ക് കുടുംബശ്രീ മേഖലയിൽ നിന്ന് ഈ പറയുന്ന പാലിയേറ്റീവ് പരിചരണത്തിന് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെയധികം സന്തോഷം. നമ്മുടെ ഓരോ വാർഡിലും ഇപ്പോൾ CDSൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ADSകൾ തമ്മിൽ ഒരു ഐക്യത്തോടെ ആളുകളെ വിളിച്ചു കൂട്ടുകയും നമ്മളൊരാളെ നിർബന്ധിച്ചിട്ടല്ല ഇന്നതാണ് നമുക്ക് പാലിയേറ്റീവ് രംഗത്തുള്ള വർക്കുകൾ എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ഓരോ മുറിവുകളായാലും മറ്റു കിടപ്പ് രോഗികളുടെ അവസ്ഥകൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ
600 പേര് ഇതിലേക്ക് വന്നു എന്നുള്ളതാണ് വളരെയധികം സന്തോഷം. കാരണം നമുക്ക് മുൻകാലങ്ങളിലുള്ള വീടുകൾ പോലെയല്ല. മുൻകാലങ്ങളിൽ കൂട്ടുകുടുംബമായിരുന്നു. ഇപ്പം അണുകുടുംബങ്ങളായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയോ മാത്രമുള്ള സാഹചര്യത്തിൽ മക്കൾ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലും ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ തൊട്ടടുത്തൊരാൾ ഹെൽപ്പ് ചെയ്യാനും പകര സംവിധാനത്തിന് നമ്മുടെ വീടുകളിൽ ഒരാൾ പാലിയേറ്റീവ് പരിചരണം അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തിയത്. അതിൽ നല്ല രീതിയിൽ കുടുംബശ്രീയുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബശ്രീയുടെ മറ്റൊരു പ്രത്യേകത. നമ്മുടെ വനിതാ ക്യാൻറ്റീനിൽ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഉച്ചഭക്ഷണം 20 രൂപയ്ക്ക് കൊടുത്തിരുന്നത് ഇപ്പോൾ മറ്റ് ഭാഗങ്ങളിലൊക്കെ റേറ്റ് കൂടുതലുണ്ടെങ്കിലും ഇപ്പോൾ 20 എന്നുള്ളത് സബ്സിഡിയൊക്കെ മാറ്റം വന്ന് ഇപ്പോൾ ഒരു പുതിയ ആളുകൾ കുടുംബശ്രീകൾ ഏറ്റെടുത്തുകൊണ്ട് 30 രൂപയ്ക്കാണ് ഊണ് നമ്മുടെ പ്രദേശത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം അവർക്ക് 100-300 ഊണുകളാണ് പോകുന്നത്. പാഴ്സൽ വേറെ, അത്യാവശ്യം നല്ല ഭക്ഷണങ്ങളും. അതുപോലെ തന്നെ 70 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടമാണ് അവർക്ക് ഇതിനായിട്ട് പഞ്ചായത്ത് ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ഒപ്പം നമ്മുടെ ടേക്ക് എ ബ്രേക്കും അതിൻ്റെ താഴത്തെ ഒരു സൈഡിൽ പോകുന്നു എന്നുള്ളതാണ്. ഒരു 12 ശുചിമുറിയോട് കൂടിയുള്ള ടേക്ക് എ ബ്രേക്കും അതിൻ്റെ മുകളിലത്തെ നിലയിൽ വനിതാ ക്യാൻറ്റീനും പ്രവർത്തിക്കുന്നു. അതിന് ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് ഫിറ്റ്നസ് സെൻ്ററിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. അതൊക്കെ കുടുംബശ്രീ പ്രവർത്തകർ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളിൽ, സാധാരണ കമ്മ്യൂണിറ്റി ഹാളിൽ മേശയും കസേരയും ഒക്കെ നമുക്ക് വാടകയ്ക്ക് എടുക്കുമ്പോൾ കിട്ടും. ഇതിന് ഞങ്ങൾ കൊടുത്ത സംവിധാനം ഇതിനൊരു ഗ്രൂപ്പ്, കുടുംബശ്രീ ഗ്രൂപ്പിൽ ഒരു സംരംഭമായി ഏറ്റെടുത്തുകൊണ്ട് മേശ, കസേര, അതുപോലെ തന്നെ പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ, മറ്റു കാര്യങ്ങൾ നമ്മൾ പഞ്ചായത്തിൽ പോലും എന്തെങ്കിലും പരിപാടികൾ നടക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ റെൻറ്റിന് എടുത്തിട്ട് ചെയ്യുന്നൊരു സംവിധാനത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം നമ്മളെ വനിതകളെ ശാക്തീകരിക്കുക എന്ന ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ മുന്നോട്ട് വച്ചത്. അരിമ്പൂർ പഞ്ചായത്ത് കോളനിലങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഭൂമിയാണ്, ഒരു കരയാണ്. എന്നിരുന്നാലും വെള്ളപ്പൊക്കമൊന്നും അങ്ങനെ കാര്യമായിട്ട് ബാധിക്കാറില്ല. എങ്കിലും നമുക്ക് അത്ര ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്നാലും നമ്മൾ ഇപ്പോൾ JCB അതുപോലെ തന്നെ മരം വെട്ടുന്ന ആളുകൾ അതിൻ്റേതായ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ RRTമാർ നമ്മുടെ കോവിഡ് ടൈമിലുണ്ടായിരുന്ന ആ ഗ്രൂപ്പുകൾ ഇപ്പോഴും ഫോം ചെയ്ത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞങ്ങൾ വിളിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ എത്താറുണ്ട്. പിന്നെ അത്ര ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ വന്നിട്ടില്ല. ടൂറിസം മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് മനക്കൊടി ഫുള്ള് ഭാഗമാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരു കരിന്തലക്കുഴി എന്ന് പറഞ്ഞൊരു 4 ഏക്കറിലൊരു കുളമുണ്ട്. ആ കുളത്തുനിന്ന് ഒരു കണക്റ്റഡാണ് ഫുള്ള് പാടത്തേക്ക്. അപ്പോൾ നമുക്കവിടെ ഒരു വയോജന പാർക്കും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ച് അതിൻ്റെ DPR ഒക്കെ തയ്യാറാക്കാൻ കൊടുത്തിട്ടുണ്ട്. വരും കാലങ്ങളിൽ അതൊക്കെ നല്ല രീതിയിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ മനക്കൊടി ഫുള്ള് ഭാഗങ്ങളിൽ കയാക്കിംഗ് എന്നുള്ള സംവിധാനത്തിലൂടെ ഇപ്പോൾ അവിടെ ഇപ്പോൾ വൈകിട്ടുള്ള നേരങ്ങളിലൊക്കെ വിനോദത്തിന് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 പഞ്ചായത്തുകൾ കൂടിയുള്ള ഒരു അതിർത്തിയാണ്, ചാഴൂരും അതുപോലെ തന്നെ അരിമ്പൂരും കൂടിയുള്ളതാണ്. പിന്നെ നമുക്ക് അതിനൊരു മേഖല എന്ന് പറയുമ്പോൾ KLDCയും PWDയുടെ ഒരു അനുമതിയൊക്കെ വേണം. അപ്പം അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് വേനൽക്കാല ടൂറിസം എന്ന രീതിയിൽ ഇപ്പോൾ വെള്ളം ഒരു ജൂൺ ജൂലൈ ആ ടൈമിലൊക്കെ മഴക്കാല ടൈമിൽ വെള്ളം നിറഞ്ഞു കിടന്നിട്ട് പിന്നെ അത് പൂർവ്വസ്ഥിതിയിലായിട്ട് പിന്നെ നമുക്ക് വേനൽക്കാല ടൂറിസത്തിനായിട്ടുള്ള പഠനങ്ങൾ, ബണ്ടിൻ്റെ ഉറപ്പ്, അതുപോലെ തന്നെ വണ്ടികളൊക്കെ നിലവിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ കൂടുതൽ അതിലേക്ക് ആളുകൾ എത്തുന്നതിനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ സൈഡുകളിലെ തട്ടുകടകൾ അതൊക്കെ വരുന്നതിനുള്ള എല്ലാ അനുമതികളും ഒക്കെ അതിൻ്റെ പഠന റിപ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഭാവിയിലെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കുടിവെള്ള പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും നിലയ്ക്കുന്നില്ല.
ഞങ്ങൾ എല്ലാ കുളങ്ങളും വീണ്ടെടുത്തുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ നമ്മളെ പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോതകുളം എന്നുള്ളൊരു കുളം നവീകരിച്ച് അതിലൊരു കിണർ സെറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള വെള്ളം ഫിൽട്ടർ ചെയ്ത് പഞ്ചായത്ത് ഓഫീസും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളും അനുബന്ധ കെട്ടിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു 79 ലക്ഷം രൂപയോളം നമുക്കിപ്പോൾ അതിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ സംവിധാനം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റികളിലേക്കുള്ള കല്യാണങ്ങളും മറ്റു പരിപാടികളും എടുക്കുമ്പോഴും നല്ല രീതിയിൽ നമുക്കത് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ തൊട്ട് മുകളിലായിട്ട് സോളാർ വെച്ചിട്ടുണ്ട്. അത് 55 ലക്ഷം ആണ് അതിന് വന്നിട്ടുള്ളത്. ആ സോളാർ ഇപ്പോൾ നമുക്കറിയാം കറണ്ട് പോയാലും നമുക്കൊരു സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഭരണസമിതി ഏറ്റവും നല്ലൊരു പദ്ധതി മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രവർത്തിച്ചതിന് ശേഷം ബാക്കി വരുന്ന കറണ്ട് നമുക്ക് KSEBക്ക് നമുക്ക് കൊടുത്ത് അതിനൊരു ഇൻകം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റി ഹാൾ. ഇപ്പോൾ സാധാരണ ഒരു കമ്മ്യൂണിറ്റി ഹാളാണ്. ഞങ്ങളത് ഒന്ന് എയർ കണ്ടീഷൻ ചെയ്ത് AC ഒക്കെ വെച്ച് ഒന്നുകൂടി നല്ല രീതിയിൽ, അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യവും ഇരിക്കാനുള്ളൊരു കൂളിംഗായിട്ട് ഇരുന്ന് നമ്മുടെ മറ്റു പരിപാടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഹൈടെക് ആക്കി മാറ്റാനുള്ള ഒരു ഇതിൽ നമ്മൾ അതിലേക്ക് 75 ലക്ഷം ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ രീതിയിലും പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റികൾ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഓഫീസ് പ്രവർത്തനങ്ങൾ, ഓഫീസ് ഇപ്പോൾ സാധാരണ ഡിവിഷനൊക്കെ തിരിച്ചിട്ടുള്ള ഒരു ക്യാബിൻ തിരിച്ചിട്ടുള്ള ഓഫീസുകളാണ്. എങ്കിലും അതിൽ കുറച്ച് ക്യാബിനുകളിലൊക്കെ അപര്യാപ്തത ഉണ്ട്. മെമ്പർമാർക്ക് ഇരിക്കുന്നതിനും അതുപോലെ തന്നെ പുറമെന്ന് ഓരോ കസ്റ്റമർ വരുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു. അതൊക്കെ ഞങ്ങൾ രൂപപ്പെടുത്തി ചിട്ടപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പുതിയ ഓഫീസിൻ്റെ നവീകരണ പ്രവർത്തനത്തിലാണ്. അപ്പം അത് 1 മാസത്തിൻ്റെ ഉള്ളിൽ തീരും. അതുപോലെ തന്നെ നമ്മുടെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ബയോഗ്യാസ് പ്ലാന്റ് 7 ലക്ഷം രൂപ വെച്ചിട്ട് പണി കഴിഞ്ഞ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വനിതാ ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നിന്ന് നമുക്കൊരു ദിവസം 100 കിലോ വേസ്റ്റ് ഡംപ് ചെയ്യാവുന്ന രീതിയിലുള്ള ബയോഗ്യാസ് പ്ലാന്റാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം 100 കിലോ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും തൊട്ടടുത്തുള്ള ഹോട്ടലുകൾ അതുപോലെ തന്നെ പച്ചക്കറി മാർക്കറ്റുകൾ തൊട്ടടുത്തുള്ള വീടുകൾ സന്ദർശിച്ച് നമുക്കത് കൊണ്ടുവരാനുള്ള ഒരു കാര്യം കൂടി ചെയ്തു വരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹാള്, പഞ്ചായത്തിൻ്റെ ഓഫീസ് എന്നുള്ളത് അങ്ങനെയുള്ള ക്യാൻറ്റീൻ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നുള്ള വെള്ളം നമുക്ക് ശേഖരിച്ചു കൊണ്ട് അത് ശുദ്ധീകരിച്ച് നമുക്ക് റീയൂസ് ചെയ്യാനുള്ളൊരു പ്ലാന്റും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് 48 ലക്ഷം രൂപയാണ് വെച്ച് നമ്മളതിൻ്റെ മറ്റു നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ വന്നൊരു വെള്ളം മറ്റു കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് സംസ്ഥാന തലത്ത് ഒരു പഞ്ചായത്ത് റോഡിന് BMBC നിലവാരത്തിൽ സംസ്ഥാന ബജറ്റിൽ നിന്ന് 2 കോടിയും MLA ഫണ്ടും പഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ച് 3.25 കോടി രൂപ വകവെച്ചുകൊണ്ട് ഒരു റോഡിന് BMBC നിലവാരത്തിലുള്ള റോഡ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതും സംസ്ഥാന തലത്തിൽ ആദ്യത്തെയാണ് പഞ്ചായത്ത് തല റോഡിന് അനുമതി കിട്ടിയിട്ടുള്ളത്. അതും വളരെയധികം സന്തോഷം. അതുപോലെ തന്നെയാണ് ഒരു നമ്മുടെ ജൽജീവൻ മിഷൻ്റെ വാട്ടർ ടാങ്ക്, ഇപ്പോൾ പൈപ്പ് കണക്ഷനില്ല എല്ലാ വാർഡുകളും പൊളിച്ചു പോയിട്ടുണ്ട്. നമുക്ക് ശരിക്കും കരുവന്നൂർ പുഴയിൽ നിന്നും കിട്ടുന്ന വെള്ളം KLDC ബണ്ടിൽ കൂടി വന്ന് അവിടെ നിന്നുള്ള കണക്ഷനാണ് നമുക്ക് 4-ാം വാർഡിൽ മുള്ളംകുഴി എന്നുള്ള സ്ഥലത്ത് ഒരു ടാങ്ക് പണിതിട്ടുണ്ട്. ആ വെള്ളം വരുന്ന ടാങ്ക് ഞങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിന് വരുന്ന 3.5 കോടി രൂപയാണ് ആ ടാങ്കിന്. പക്ഷേ മറ്റ് പ്രവർത്തനങ്ങളൊന്നും ജലജീവൻ മിഷൻ്റെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വെള്ളം കിട്ടുന്ന ഒരു പാത്രം പിടിച്ചു വയ്ക്കാനുള്ളൊരു പാത്രം നമ്മൾ സന്നദ്ധമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി ചെയ്യുന്നു.
തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.